കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ എഴുതിയ പ്രസിദ്ധമായ മാവേലി നാടുവാണിയിടും കാലം എന്ന് തുടങ്ങുന്ന ഓണപ്പാട്ടിലെ കള്ളപ്പറയും ചെറുനാഴിയും മഹാബലിയുടെ കാലത്ത് ഇല്ലാതായി എന്ന് പറയുമ്പോഴും കച്ചവടത്തിൽ കരിഞ്ചന്ത എന്നൊരു ഏർപ്പാട് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പഴയ ഓണപ്പാട്ടിൽ അക്കാര്യം പറഞ്ഞു കാണാത്തത്. അമിത വാണിജ്യവൽക്കരണത്തിന് ഇടയിൽ എപ്പോഴോ ഇടനിലക്കാർ എന്നൊരു അദൃശ്യവർഗം അവതരിച്ചതോടെയാണ് കരിഞ്ചന്ത എന്ന ഏടാകൂടം വിപണിയുടെ ഭാഗമായി ഉയർന്നു വന്നത്. സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അത്തരം വസ്തുക്കൾ നേരത്തെ ശേഖരിച്ച് പൂഴ്ത്തിവെച്ച സമയമാകുമ്പോൾ അവയുടെ വ്യാജ ദൗർലഭ്യം സൃഷ്ടിക്കുകയും സ്റ്റോക്ക് കുറേശ്ശെ പുറത്തെടുത്ത് വിലക്കയറ്റത്തിന് സ്വാഭാവികമായ സാഹചര്യമൊരുക്കുകയും ചെയ്യുകയാണ് കരിഞ്ചന്തയുടെ പ്രയോഗശാസ്ത്രം. എന്നാൽ ഈ ഉത്സവ സീസണിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും വിവിധ സർക്കാർ ഏജൻസികളുടെ ഓണം ഫെയറുകളിലും അവശ്യ സാധനങ്ങൾ പൊതുവിപണിയിലേതിനേക്കാൾ ഗണ്യമായ വിലക്കുറവിൽ എത്തിക്കുന്നതുവരെ ഓരോ ഘട്ടത്തിലും സൂക്ഷ്മശ്രദ്ധ ഉറപ്പാക്കിയതിന്റെ ക്രെഡിറ്റ് മുഖ്യമായും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് നേതൃത്വം നൽകുന്ന മന്ത്രി GR അനിലിന് അവകാശപ്പെട്ടതാണ്. സാധാരണക്കാർക്ക് അല്ലലില്ലാതെ ഓണം ആഘോഷിക്കാൻ സാഹചര്യം ഒരുക്കിയെന്നത് മാത്രമല്ല, ഓണം സീസണിൽ സപ്ലൈകോ നടത്തിയത് 354 കോടി രൂപയുടെ വിറ്റുവരവാണ്. തിരുവോണത്തിന് ഔദ്യോഗിക വസതിയിൽ ഓണസദ്യയ്ക്ക് ഒരുങ്ങുന്നതിനിടെ വിശേഷം തിരക്കെത്തിയ മാധ്യമപ്രവർത്തകരോട് മന്ത്രി GR അനിൽ ആദ്യം പങ്കുവച്ചത് സപ്ലൈകോ നേടിയ അപൂർവ നേട്ടത്തിന്റെ സന്തോഷവും സംതൃപ്തിയും തന്നെയായിരുന്നു. ആ ചിരിയിൽ അതിന്റെ നിറവ് പ്രകടമായിരുന്നു. അതേസമയം ശക്തമായ വിപണി ഇടപെടൽ ഉത്സവ സീസണുകളിൽ മാത്രമല്ലാതെ എല്ലാ കാലത്തും വേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മന്ത്രി പറഞ്ഞു. കേരള പ്രണാമം എഡിറ്റോറിയൽ ചിന്താശകലങ്ങൾ.